അന്തിക്രിസ്തു. വെളുപ്പറിയാൻ മേലാത്ത ജന്തുക്കള് മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കല. അകത്ത് കിടക്കുന്നേരെ കൂർക്കം വലിയ കേട്ടിട്ട് അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ഉറക്കമില്ല. ഇതിന് ഇന്ന് ഞാൻ ഇവ വന്നോ? ജോസൂട്ടിയാണെ പട്ടി ഇത്ര കുരയ്ക്കത്തില്ലല്ലോ. എന്റെ ഈശോയെ, ഇനി കള്ളന്മാര് വല്ല വന്നോ? സൂക്ഷിക്കണം, കള്ളനാണെങ്കിൽ കൈ മാരകായുധങ്ങൾ കാണും. മാറിക്കട. कोई लुका है? बाहर से आवाज सुना था. ദേഹത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റിയില്ല. എന്താ എല്ലാരും കൂടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനി പ്രോബ്ലം? അല്ല, പട്ടി വല്ലാതെ. ഓ, നായ്ക്ക് ആളെ പരിചയമില്ലാത്തതുകൊണ്ടാണ് ഈ കുര. 2 ദിവസം കഴിയുമ്പോൾ അവനും യൂസ്ഡ് ആയിക്കോളും. ആദ്യകാലത്ത് മുംബൈയിലെ ജൂഹു ബീച്ചിലും ഇതുപോലെ നായശല്യം ഉണ്ടായിരുന്നു. അതായത് 80s ലാസ്റ്റിൽ. അതുപോലത്തെ തല്ലിപ്പൊളി സാധനങ്ങളൊന്നുമില്ല. വലിയ വലിയ പട്ടികൾ, കാർണിവോറിയൻസ്, ബുൾഡോഗ്സ്, ഓരോന്നിനും ഇത്ര വലിപ്പം വരും. കിട്ടിയാ തിന്നുകൾ. അയ്യേ, അപ്പൊ ബോംബെയിലൊക്കെ ആളുകൾ പട്ടിയെ തിന്നുവാ? കപ്പ്യാർ ദേവസ്യല്ലേ? അതൊക്കെ മനസ്സിലായി. ഈ നാട്ടിൽ ഒരേ ഒരു വിധിയേ ഉള്ളൂ എന്നുള്ള വിവരം എനിക്ക് നേരത്തെ അറിയാം. പട്ടിയെ മനുഷ്യന്റെ കാര്യമല്ല പറഞ്ഞു, മനുഷ്യനെ തിന്നാൻ മാത്രം പോകുന്ന പട്ടികളുടെ കാര്യമാണ്. നിങ്ങളല്ലേ ഇന്നലെ? അല്ല, ഞാൻ ഇന്നലെ അല്ല, ഞാൻ പൈലി, ഫാന്റം പൈലി. ഇപ്പോ മുംബൈ ഈരാറ്റുപെട്ട മാങ്കോയ്ക്കൽ അവറാച്ചന്റെ മൂത്ത മകൻ. എന്റെ അപ്പനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിരിക്കാൻ വഴിയില്ല. കാരണം എന്റെ അപ്പന്റെ ഒരു ചുക്കുമായിരുന്നില്ല, മരിച്ചുപോയി. പക്ഷേ ഫാന്റം പൈലി എന്ന് പറഞ്ഞാൽ മുംബൈയിൽ എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എല്ലാവരെയും എനിക്കറിയാം. പിള്ളച്ചേട്ടൻ, സതി, ഹേമ, കെന്നഡി, ദേവസ്യയുടെ ഭാര്യ അറിയാം. ഇവിടത്തെ ജോസൂട്ടി എന്റെ അനിയനാണ്. അപ്പൊ ജോസൂട്ടിയുടെ ചേട്ടനാണല്ലേ? അല്ല, ജോസൂട്ടി എന്റെ അനിയനാണ്. മനസ്സിലായല്ലോ? അല്ല, പക്ഷെ ജോസൂട്ടിയോട് ഇല്ല. അറിയാം. ഇന്നലെ വന്നപ്പോ എല്ലാവരും ഉറക്കുമായിരുന്നു. നമ്പർ ലോക്ക് ആയതുകൊണ്ട് ചെറിയ നമ്പർ ഞാൻ അതങ്ങ് തുറന്നു. ചെറുതായിട്ടൊന്ന് വരണു അല്ലേ? എന്നായിരുന്നു പണി? സർക്കസിലാണോ? അയ്യോ, സർക്കസുകാർക്കൊന്നും എന്നെ മുതലാകത്തില്ല. ഐ എം വെരി കോസ്റ്റ്ലി. ഞാനൊരു നടനാണ്. ഐ എം ആൻ ആക്ടർ, ഹിന്ദി ഫിലിം ആക്ടർ. ഹിന്ദി നടനോ? ഈ അമിതാഭ് ബച്ചൻ എന്നൊക്കെ പറയുന്നത് പോലെ? ഇത് അതുപോലത്തെ നടനമല്ല. ഒരു കണക്കിന് അമിതാഭ്ജേക്കാൾ കേമനാണ് പൈലി. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത പലതും ഫാന്റെ പൈലിക്ക് ചെയ്യാൻ പറ്റും. യെസ്, ഐ എം എ സ്റ്റണ്ട് ആക്ടർ. സ്റ്റണ്ട് ആക്ടർ എന്ന് പറയുമ്പോ ഈ മടിക്കണ്ട, പറഞ്ഞോളൂ. അത് തന്നെ, ഡൂപ്പ്, പകരക്കാരൻ. ബോളിവുഡിലെ പിത്തക്കാടികളായ അമുൽ ബേബികൾക്ക് വേണ്ടി പലതും ചെയ്യുന്ന ഞാനാ. അപ്പൊ അകത്തൊറ്റയ്ക്ക് കാട്ടാവസ്ഥയായിരുന്നല്ലേ? ഏയ്, അത് വെറും ചോട്ടാ വാമിംഗ് അപ്പ്. ചെറിയൊരു ആക്സിഡന്റ് പറ്റി, അസ്ഥി ഒന്ന് പൊട്ടി. അതുകൊണ്ട് പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ ഗൈസ്, ജോസൂട്ടി വരുന്നത് വരെ നമുക്ക് നല്ല അയൽക്കാരായിട്ട് കഴിയാം. ആരെങ്കിലും വിട്ട് ബദാമുണ്ടോ? ബദാം ആൽമദ. ഓക്കെ, വേണ്ട. ചെറുപേരുണ്ടോ? നല്ല ചെറുപേര്, കരടില്ലാത്തത്. 2 സ്പൂൺ ചെറുപേരെടുത്ത് കുടിച്ച് കാപ്പിയിലിട്ട് കൊണ്ട്. ചെറുപേര് ബദാമിന് പറ്റിയ രൂപമാണ്. പെട്ടെന്ന് വേണം. അപ്പൊ ഞാൻ കുളിക്കാം. വാ മകളെ. ഇവനെ വെച്ചൊരു കളി കളിക്കാം. എന്ത് കളി? പോടാ.
കാണാൻ കൊള്ളാന്ന ആമ്പിള്ളേരെ വളക്കില് മാത്രമല്ല മോഷണം ഉണ്ടല്ലേ നിനക്ക്? കാപ്പി ഏ? കാപ്പി തരാൻ വന്നതാ. ആ പയറുപൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഞങ്ങൾക്കായിട്ട് കൊണ്ടുവന്നതാ. അല്ലടി അപ്പുറത്തെ ദേവസിക്കും പെമ്പറത്തേക്കും കൊണ്ടുവന്നതാ. എന്റെ അമ്മ വീട് ഓണാട്ടുകരയാ. അതിന്? ബന്ധുവീട്ടിൽ നിന്ന് ആള് വന്നാ അവിടെയൊക്കെ മധുരം കൊടുക്കും. എന്നാലും എന്റെ ചെറുക്കന് ഇത് എന്നാ പറ്റി എന്റെ കർത്താവേ? ഈ നത്തോലി പോലെ ഇരിക്കുന്ന സാധനത്തെ പറ്റിയാണല്ലോ ഇവൻ മേനകയാണ്, രംഭയാണ്, തിലോത്തമയാണെന്നൊക്കെ എനിക്ക് എഴുതിയത്. ഇതെന്നതാ കൊച്ചാ നീ കാണിക്കുന്നേ? എന്തൊക്കെ പറഞ്ഞാലും നല്ല കൈപ്പുണ്യുള്ള കൂട്ടത്തില. നല്ല ആസല കാപ്പി വെറുതെ അല്ല ജോസൂട്ടി വീണത്. അമ്മ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കൊന്നും നല്ല വീട്ടുഭക്ഷണം കഴിച്ച് ശീലമില്ല. നോയമ്പ് വീടലും സ്കൂളടപ്പിനും ഒക്കെ വല്ല സ്വന്തക്കാരുടെ വീട്ടിലും പാർക്കാൻ പോകുമ്പോഴാ ആകെ ഒരു ആശ്വാസം. ഇനിയിപ്പോ അവനെങ്കിലും വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാമല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ. എന്നതാ? പറഞ്ഞ ദേഷ്യപ്പെടുവോ? എന്റെ കർത്താവേ, അവൻ വല്ല ഔദ്യം കാണിച്ചോടി. അതൊന്നും അല്ല. പിന്നെ എന്നതാ? മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാതെ ഒന്ന് പറ വെച്ചേ. അത് ഏത്? ഈ കാപ്പിട്ടത് ഞാനല്ല, പിന്നെ ചേച്ചിയാ. ശാപത്ത് കഴിഞ്ഞ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലിന്റെ കാര്യം അറിയും മറ്റേ അറിയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു. കല്ലൊരുട്ടി നീക്കി അതിന്മേലിരുന്നിരുന്നു. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് വേം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവരൊക്കെ പേടിച്ച് പറിച്ചവരെ പോലെയായി. ഒന്ന് വേഗം ആട്ടണക്കരുടെ പറയ കൊച്ചേ, നീ ഒന്ന് അറിഞ്ഞു പിടിച്ച പെണ്ണേ. അവിടെ വായന ഓ തീരാറായി. പിന്നെ ഉയർപ്പല്ലേ കഴിഞ്ഞോളൂ, ഇനി സ്വർഗാരോഹണം കിടക്കുന്നു. തീറ്റ കുശുമ്പത്ത് ദൈവദോഷം പറയാതെ കുരുത്തം കെട്ടോളെ. ഇത് മുഴുവൻ അയാളുടെ അണ്ണാക്കിലേക്ക് തള്ളുന്നത് സ്നേഹ കൂടുതൽ കൊണ്ടല്ല, ഒരു ബന്ധുബലത്തിനാ. ആ ഗാന്ധിപ്പിള്ളെ അവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ ഇവനെ പോലൊരു തടിമാറിന്റെ സഹായം ആവശ്യമാടി. മനസ്സിലായ? നമ്മള് നല്ലൊരു പട്ടിയെ വളർത്തുകയെന്ന് കരുതിയാ മതി. നല്ല പട്ടികൾ ഇതുപോലത്തെ കൂടിയ ഇനമേ തിന്നും. തനിക്ക് തിന്നാൻ തവിടില്ലാത്തവർ പന്നിയെ വളർത്തരുതെന്ന പ്രമാണം. എടാ, നമ്മള് തവിടാണ് പിണ്ണാക്കാണാ തിന്നണെന്ന് ആ പന്നി എങ്ങനെ അറിയാനാണ്? ആയിരത്തോളം മതി, എടുത്തോ. എടാ ചക്ക, നീ ആ മറപ്പരെ പോയി ഇത്തിരി തുള്ളിനീല എടുത്തോണ്ട് വന്നടാ. അതെന്തിനാണ് നീലം? നീ തുണി അലക്കാൻ പോണ? അല്ലെന്നേ, അയാൾക്കുള്ള കോഴിക്കറി ചേർക്കാനാ. നീലം ചേർത്താ പിന്നെ കണ്ടമാനം തിന്നുകയല്ല, എളുപ്പം അങ്ങ് മട്ടു. അയ്യോടിയേ, നിങ്ങൾ പേടിക്കാതിന്റെ മനുഷ്യന് രുചി വ്യത്യാസം തോന്നുകയല്ലെന്ന്. എന്റെ കർത്താവെ, നീലം തിന്നവന്റെ വയറിലേക്ക് ഈ പാതിരാത്രി നിന്റെ അപ്പം വന്ന് കോരുവാ. ചേർത്താക്ക മതി, വേഗം വിളമ്പ്. ആണ്ടെ പൈലി ബച്ചന്റെ പ്രാർത്ഥന തീരാറായി. പൈലി ബച്ചനല്ലപ്പാ, ഫാന്റം പൈലി. ആ, അതെനിക്കറിയാം. ചുമ്മാ സൂപ്പിക്കാൻ അങ്ങനെ വിളിച്ചേരടേ. ആളൊരു പൊങ്കനാണെന്ന് നെറ്റിയിൽ എഴുതി വെച്ചിരിക്കല്ലേ, സുഖിച്ചോളൂ. അല്ലപ്പച്ചാ, ഈ ഫാന്റവും സ്പൈഡർമാനും തമ്മിലുള്ള വ്യത്യാസം എന്താ? അത് നിനക്കറിയില്ലേ? ഇല്ല. അത് നിനക്ക് ഇതേവരെ അറിയില്ലേ? ഇല്ലെന്നേ. എടാ, സ്പൈഡർമാൻ ജഡ്ജി അകത്തിടും, ഫാന്റം പുറത്തിടും. അപ്പൊ മുണ്ടെടുക്കല്ലേ? അയ്യേ, വേഗം എടുത്തു. എന്താണ് മറിയപ്പങ്ങളെ മുഖത്തൊരു വൈക്ലഭ്യം? ചെറുതെന്ന് നോക്കട്ടെ. എനിക്കിപ്പോ വേണ്ടായേ, പണികൾ എമ്പിടി തീരാൻ കിടക്കുമല്ലയോ. അതിന്റെ അടിയിൽ ശകേലങ്ങ് വെച്ചേര്. എന്റെ പൊന്ന് പൈലി വെച്ചാ ചതിക്കരുത്. ഒരെണ്ണം കഴിച്ചത് നേരാണെ പിന്നെ ഈ മിറ്റം നിറയെ വാളാ. ഈ മഞ്ഞത്ത് എന്നെ കൊണ്ടത് കോരാൻ മേലേ. ഒരെണ്ണത്തെ വാള് വെക്കുന്നത് ഞാനല്ല, നിങ്ങളുടെ തള്ള ആനമർദ്ദായ. ദേ, അതുമേരിക്കണ മുഴുവൻ കഴിച്ചേച്ചി മറിയപ്പെണ്ണ് ഇതിലെ പയറ് പോലെ നടക്കും, അറിയാവാ? എന്താ കാണണോ? വേണ്ടേ, നീ നടക്കുവല്ല, നീ പറക്കൂന്ന് വരെ എനിക്കറിയാം. പക്ഷെ അത് ഇപ്പൊ തന്നെ പൈലി വെച്ചനെ കാണിക്കണോടി. യോ, ഇതെന്നെ തോന്നും കഴിക്കാത്തെ? കറികളൊന്നും പിടിച്ചില്ലായിരിക്കില്ലയോ? മൻ ചങ്കാത്തോ ഗഡോത്തി മെ ഗംഗ. അയ്യോ, ചങ്കി പിടിച്ച വെള്ളം കുടി. അല്ല, മൻ ചങ്കാത്തോ ഗഡോത്തി മെ ഗംഗ എന്ന് വെച്ചാൽ മനസ്സ് നല്ലതാണെങ്കിൽ ഏത് തോട്ടുവെള്ളവും ഗംഗാതീർത്ഥത്തിന് തുല്യമാണെന്ന് അർത്ഥം. ആരുടെ മനസ്സ് നല്ലതാണെങ്കിൽ? ഒഴിക്കുന്നവന്റെയും കഴിക്കുന്നവന്റെയും. ഞങ്ങള് നല്ല ഒന്നാന്തരമായിട്ട് മൺചക്ക ഗംഗയാക്കി തന്നെയാണ് തന്നത്. അതെ, അത്യാവശ്യം ഹിന്ദിയൊക്കെ എനിക്കും അറിയാം. സത്യാരും പറഞ്ഞ ഹിന്ദി ഹിന്ദിയല്ല, ലിപിയില്ലാത്ത ഏതോ മറുഭാഷയാണ്. മതിയാക്കിയോ? ഇതൊന്നും കഴിച്ചില്ലല്ലോ. എന്റെ പൊന്നു മറിയപ്പങ്ങളെ, മതിയേ. എല്ലാം കൂടെ ഒറ്റയടിക്ക് കഴിച്ചാ പിന്നെ നാളെ എന്നാ ചെയ്യും? അയ്യോ, എന്റെ ഇഷ്ടകാലം, എന്റെ ഇഷ്ടകാലം. നമ്മളൊക്കെ ഒന്നുമില്ലെങ്കിലും സത്യക്രിസ്ത്യാനികളല്ലേ എന്റെ പൈലി വച്ച. ഞാനും എന്റെ പെമ്പർനോത്തിയും കൂടി ആ കൊച്ചു കോഴിക്കോടിന്റെ അകത്ത് കിടന്ന് നരയിക്കുമ്പോ ഈ നക്കി നായരും ഫാമിലിയും കൂടി പള്ളി പോയി ബംഗ്ലാവിൽ കിടന്ന് സൂഹിക്കുന്നത് ന്യായമാണോ? അല്ല, ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാല്
അളിയൻ എന്നേലും ഒരു നമ്പർ ഇട്ട് അവരവിടെ നിന്ന് ഡൂപ്പാണെങ്കിൽ കാര്യം പറഞ്ഞപ്പോ മനസ്സിലായി. അവരവിടെ നിന്ന് ഒഴിഞ്ഞാ പിന്നെ നമുക്ക് അവിടെ കിടന്ന് അടിച്ചു പൊളിക്കാന്ന്. ഇനി അഥവാ നമ്പറൊന്നും ഏറ്റില്ലെങ്കിൽ ആശാൻ ആ 2 പെമ്പിള്ളേരൊന്ന് തോണ്ടി ഇച്ഛിച്ചയക്കോ. അളിയൻ സ്ട്രോങ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഞാനും കൂടെ. താങ്ക് യു. എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. ഷഹനായി മേരെ ദിൽ കെ ദുആ ദീജിയേ. സാലാ ദേവസ്യ 2 തുടം കള്ളും 2 കഷം കോഴിയിറച്ചി നിന്ന് പൈലിക്ക് വില പറയാൻ വന്നിരിക്കുന്നു. കള്ള സൂവറേ.